എസ് ജാനകി അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗായിക ഉണ്ടായിട്ടില്ല, ഇനിയും ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞൂടാ, ഇതുവരെ ജനിച്ചിട്ടില്ല. അത്രയ്ക്ക് ഭാവസാന്ദ്രമായ സാന്ദ്രതയുള്ള ഗാനങ്ങളാണ് അവർ പാടിയിരിക്കുന്നത്. എക്സ്പ്രഷൻ, സംഗീതത്തിൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ജാനകി അമ്മയെ കണ്ടുപിടിക്കണം, ഇന്നും മാതൃകയായിട്ട് കണ്ടുപിടിക്കണം. ഒരിക്കൽ ചിത്രയെ കണ്ടപ്പോൾ ചിത്ര പറഞ്ഞത് എൻ്റെ അടുത്ത് ജാനകി അമ്മയെ പറ്റി പറഞ്ഞത്, ആ എക്സ്പ്രഷൻ ആർക്കും കിട്ടിയില്ല ഓമന ചേച്ചി, എനിക്കും കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രമാത്രം എക്സ്പ്രഷനോടുകൂടി പാടുന്ന വ്യക്തിക്ക് വേണ്ട ഒരു അവാർഡ് ഒന്നും കിട്ടിയിട്ടില്ല. പത്മഭൂഷൺ തന്നെ എപ്പോഴാണ് കിട്ടിയത്? വളരെ താമസിച്ച്, വളരെ ചെറിയ ആളുകൾക്ക് വരെ കൊടുത്തതിന് ശേഷമാണ് അവർ തിരിച്ചു കൊടുത്തത്. അത് നന്നായി തിരിച്ചു കൊടുത്തത്. അപ്പൊ ജാനകി അമ്മ എന്ന് പറഞ്ഞാൽ ശൃംഗാരവേലിനെയാണ് അവർ ആദ്യമായിട്ട് പാടുന്ന പാട്ട്. ആ പാട്ട് പി ലീലയ്ക്കായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. പക്ഷേ പി ലീല പറഞ്ഞു, എന്നെ കൊണ്ടിത് പാടാൻ പറ്റില്ല, ഇത് എസ് ജാനകിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ എസ് ജാനകി ആ പാട്ട് പാടിയിട്ടുള്ളത്. ആദ്യം പാടുന്ന ഒരു പാട്ടായിട്ടേ തോന്നിയിട്ടില്ല. എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഗീതജ്ഞ പാടുന്ന പോലെയായിരുന്നു അവരാ പാട്ട് പാടിയത്. അതുപോലെ ഇങ്ങനെ ഒരാള് ജനിച്ചിട്ടില്ല, ഇനിയും ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൂടാ. ഇതുവരെയായിട്ടും എസ് ജാനകി അമ്മയെ മറച്ചു വയ്ക്കാൻ ഒരു സംഗീതജ്ഞ ഉണ്ടായിട്ടില്ല. മറക്കാനാവാത്ത ഒരോർമ്മ അവരല്ലേ പാടിയ മൗനമേ പാടിയത്, എസ് ജാനകിയല്ലേ. പിന്നെ അവരത് പാടി. അതിലൊരു സംഗതിയുണ്ട്, അത് എൻ ജി രാധാകൃഷ്ണൻ ചേട്ടനാണ് അത് ട്യൂൺ ചെയ്തത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും സ്റ്റുഡിയോയ്ക്കകത്ത് നിൽക്കുകയാണ് ഈ പാട്ട് കേട്ടുകൊണ്ട്. പാടി, കറക്റ്റായിട്ട് തന്നെ പാടി. പക്ഷേ അവർക്ക് അത് ബോധ്യമായില്ല. സ്വയം ഇത് ഒന്നുകൂടെ എടുക്കണം എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഒറ്റ പ്രാവശ്യം കൊണ്ടെടുത്തു. ഒന്നുകൂടെ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെയും ബോധ്യമായില്ല. 2 പ്രാവശ്യം എടുത്തു, 3 പ്രാവശ്യം എടുത്തു, 4 പ്രാവശ്യം എടുത്തു. ഈ 4 പ്രാവശ്യവും കറക്റ്റായിട്ട് തന്നെ എടുക്കുന്നേ. പക്ഷെ അവർക്ക് അതിനോട് നീതി പുലർത്തി എന്നൊരു തോന്നലുണ്ടായില്ല. അതാണ്. അപ്പൊ ചേട്ടനും പറഞ്ഞു, അത് മതി, ഇത് മതി, ധാരാളം മതി. അപ്പൊ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞു, പോതും, അത് പോതും എന്ന് പറഞ്ഞു. പേശാമേ അംഗീകരിക്കും. അതാണ് ഒരു ആർട്ടിസ്റ്റ്. സ്വയം അറിയുക, സ്വയം എന്തെങ്കിലും ചെറിയ കുറവുണ്ടെങ്കിലും സ്വയം അറിയുക. അത് അറിഞ്ഞിരുന്ന ഒരു സംഗീതജ്ഞയാണ് ജാനകി അമ്മ.